നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് എഡ്ഗാർ വാലസിന്റെ ഇന്റർനാഷണൽ ക്രൈം ത്രില്ലർ നോവലായ ദ ഫോർജർ. കേൾക്കാം, ആസ്വദിക്കാം. ഹാളി തെരുവിലെ വിശാലമായ 903 നമ്പർ കൺസൾട്ടിംഗ് മുറി തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അതിൻ്റെ ഉടമയായ മിസ്റ്റർ ചേനി വെൽസ് എന്ന കൺസൾട്ടന്റും. തൻ്റെ സഹപ്രവർത്തകരെക്കാൾ വ്യത്യസ്തത പുലർത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു അയാൾ. പ്രസ്തുത മുറിയെ ഒരു ഡ്രോയിങ് റൂമെന്നോ ഒരു ലൈബ്രറിയെന്നോ വ്യക്തമായി വിവക്ഷിക്കാനാവില്ല. 2 ഭിത്തികളുടെ നടുക്കായി ചേർത്ത് വെച്ച ഷെൽഫുകളൊക്കെ വിചിത്രമായി ബൈൻഡ് ചെയ്ത പുസ്തകങ്ങളാൽ നിറഞ്ഞിരുന്നു. മേശപ്പുറത്താണെങ്കിൽ നിറയെ പുസ്തകങ്ങൾ. തറയിൽ അശ്രദ്ധമായെന്ന പോലെ ഒരു ദിനപത്രം കിടന്നിരുന്നു. എന്നാൽ ഒരു വൈദ്യശാസ്ത്ര വിദഗ്ധൻ ആവശ്യമായിരുന്ന കേവലം ഒരു സൂക്ഷ്മദർശിനിയോ ഒരു ടെസ്റ്റ് ട്യൂബോ അവിടെ എങ്ങുമില്ലായിരുന്നു. മഞ്ഞളിച്ച സൂര്യപ്രകാശം പ്രവഹിക്കുന്ന മുറിയുടെ ഒരു മൂലയിൽ ജനലിനരികെ പോളിഷടിച്ച ഒരു വാതിൽ കാണാം. അതിനപ്പുറം വെള്ള തറയോട് പാകിയ കുളിപ്പുര. എന്നാൽ ധാരാളം കണ്ണാടി ഷെൽഫുകളും ചില്ല് പതിച്ച മേശയുമുണ്ടെന്നതല്ലാതെ കുളിക്കാനൊരു സൗകര്യവും അതിലില്ലായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന വിചിത്രങ്ങളായ സൂത്രപ്പണികളൊക്കെ അവിടെ കണ്ടേക്കാം. നമ്മുടെ മൂക്കു തുളയ്ക്കുന്ന അണുനാശകങ്ങളുടെ സമൃദ്ധമായ ഗന്ധവും അവിടെയുണ്ട്. ശ്രദ്ധാപൂർവം അടച്ചു വെച്ചിരുന്ന കബോർഡുകൾ, നിരനിരയായി വച്ചിരുന്ന കുപ്പികളും സ്റ്റീലും കണ്ണാടിയും കൊണ്ടുള്ള ക്യാബിനുകളും, അവയിലൊക്കെ ചെറിയ കൾച്ചർ ടിഷ്യൂകൾ അത്രേ. പക്ഷേ പീറ്റർ ക്ലിഫ്റ്റൺ കഴിഞ്ഞ 4 വർഷമായി അവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നുവെങ്കിലും ആ വാതിൽ അയാൾ ഒരിക്കലും തുറന്നു കണ്ടിരുന്നില്ല. വലിയ കസേരകളിലൊന്നിൻ്റെ കയ്യിൽ ഒരു കരം വിശ്രമിപ്പിച്ചുകൊണ്ടാണ് ആ കൺസൾട്ടന്റിന്റെ ഇരിപ്പ്. ഭംഗിയേറിയ ശിരസ് തെരുവുകാഴ്ച കാണാൻ പാകത്തിന് ഒതുക്കി വെച്ചാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. പുറത്തേക്കാണ് നോട്ടമെന്നിരിക്കലും തെരുവിന്റെ വളവിൽ കിടന്നിരുന്ന കാറിലേക്കോ റോഡിന്റെ എതിർദിശയിലുള്ള വീടുകളുടെ മുകളിലേക്ക് നിലകളിലേക്കോ ഒന്നും തന്നെ അയാളുടെ ശ്രദ്ധ പതിഞ്ഞിരുന്നതേയില്ല. വൈകാരിക പ്രകടനങ്ങളെ ഭയന്നിരുന്ന ഇന്ദ്രിയ സംവേദനം ഉൾക്കൊണ്ട ഒരു വ്യക്തിയായിരുന്ന അയാൾക്കിപ്പോൾ ആരും തന്നെ, മിസസ് ചേനി വെൽസ് പോലും, തൻ്റെ മുഖം കാണരുതെന്ന ആഗ്രഹമായിരുന്നു. നന്നേ മെലിഞ്ഞ ദേഹമായിരുന്നതിനാൽ മിസ്റ്റർ വെയിൽസിന് സാമാന്യം ഉയരം തോന്നിച്ചിരുന്നു. കറുത്ത ശോകമുഖമായ മുഖവും വൃത്തിയാക്കി വെച്ചിരുന്ന കറുത്ത കൃതാവുമൊക്കെ പാടെ അയാൾക്കൊരു പൈശാചിക ഭാവമുണ്ടായിരുന്നു. മന്ദഹസിച്ചാൽ അയാളുടെ ഈ ഭാവമൊക്കെ മാറും. ഇപ്പോൾ അയാൾ മന്ദഹസിക്കുകയായിരുന്നു. പീറ്റർ ഒരു നെടുനിശ്വാസം ഉതിർത്തു. അയാൾ 6 അടി ഉയരമുള്ള തൻ്റെ ചട്ടക്കൂട് ആകെ ഒന്ന് കുടഞ്ഞ് മൂരി നിവർത്തി. താങ്കളെ ഒരു ദന്ത ഡോക്ടറെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച ദിവസം. അത് വളരെ നന്നായിരുന്നു, അയാൾ പറഞ്ഞു. അയാളുടെ ചിരിയിൽ ഒളിപ്പിച്ച നാഡീക്ഷോഭം മിസ്റ്റർ ഡൊണാൾഡ് ചേനി വെൽസ് ശ്രദ്ധിക്കാതിരുന്നില്ല. എൻ്റെ നല്ല ചങ്ങാതി, തലയാട്ടി അയാൾ തുടർന്നു. അത് ദ്വിവിധ പ്രയോജനമുള്ളൊരു സംഗതിയാണ്. എന്താണെന്നോ, എൻ്റെ രോഗികളിൽ വെച്ച് ഏറ്റവും ഉദാരവനായ വിഡ്ഢി നിങ്ങൾ തന്നെ. പിന്നെ ഞാനിങ്ങോട്ട് താമസം മാറ്റുന്നതിന് 1 ആഴ്ച മുമ്പ് 903 നമ്പർ ഹോളി തെരുവിൽ നിന്നും ഒരു മാന്യനെ കുടിയിറക്കിയ കാര്യത്തിൻ്റെ പേരിൽ ടെലിഫോൺ അധികൃതരെ ഞാൻ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അപരൻ ചിരിച്ചു. നിങ്ങൾ ആ പഴയ അണപ്പല്ല് ചികിത്സിക്കുകയും ചെയ്തല്ലോ, പീറ്റർ പറഞ്ഞു. ഡോക്ടറുടെ മുഖത്തെ മന്ദഹാസം അപ്രത്യക്ഷമായി. നിങ്ങളുടെ ഭഗ്നമോഹങ്ങളെ അല്ലാതെ ഞാൻ ഒന്നിനെയും ചികിത്സിച്ചിട്ടില്ല. നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കേണ്ടതിലേക്ക് വസ്തുനിഷ്ഠമായ ഉറപ്പ് സർ വില്യം ക്യൂരിസിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ അത്ര കൃത്യത പാലിക്കാൻ എനിക്കാവില്ല. ഇപ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വലിയ അപകടം തുടച്ചു കളഞ്ഞെങ്കിലും ഞാൻ സൂചിപ്പിച്ച ആക്രമണത്തിന് നിങ്ങൾ വിധേയനാണ്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് സർ വില്യവുമായി ചർച്ച നടത്തുന്നത് അത്ര ഭംഗിയാവില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു കൺസൾട്ടേഷൻ കൂടി ആകാം. പീറ്റർ നിഷേധ രൂപേണ തല കുലുക്കി. ഇനി മുതൽ ഹാർലി തെരുവിനെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മറ്റു ദിക്കുകളിലേക്ക് സവാരി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്, അയാൾ പറഞ്ഞു. പിന്നെ ധൃതിയിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അത് തികച്ചും ഒരു നന്ദികേടായിരിക്കാം. എങ്കിലും അനുകൂല ഭാവത്തിൽ ഡോക്ടർ കൈവീശി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു വിഡ്ഢിയായിരിക്കും. പിന്നെ
പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് ആരാഞ്ഞു. ആ രസാവഹമായ ചടങ്ങ് എപ്പോഴാണ്? തൻ്റെ രോഗിയുടെ വിശാലമായ നെറ്റിത്തടത്തിൽ നിമിഷ നേരത്തേക്കൊരു ചുളിവുണ്ടാകുന്നത് അയാൾ ശ്രദ്ധിച്ചു. വലിയൊരു ധനവാനും അതിസുന്ദരനുമായൊരു യുവാവിൽ ഇപ്രകാരം ഒന്നുണ്ടാകുക അതിശയകരം തന്നെ. മാത്രമല്ല, അയാൾ അധികം താമസിയാതെ ചെയിനി വെൽസ് കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനും പോവുകയാണ്. ഇതൊക്കെ ആയിട്ടും നമ്മുടെ കൺസൾട്ടന്റ് തെല്ലും ആശ്ചര്യാധീനനായില്ല. ഏയ്, 12:30 നിങ്ങൾ തീർച്ചയായും അവിടെ വരില്ലേ? സ്വീകരണ ചടങ്ങ് റിറ്റ്സിൽ വെച്ചാണ്. ഞങ്ങൾ ലോങ്ഫോർഡ് മാനറിലേക്ക് പോവും. ഭൂഖണ്ഡം ജെയിന് ഏറെ ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവൾക്ക് കൂടുതൽ ഇഷ്ടം ലോങ്ഫോർഡ് മാനർ തന്നെയെന്ന് തോന്നുന്നു. കുറച്ചു നേരത്തേക്ക് അവിടെ മാൻഡിൽ പീസിരുന്ന സ്വിച്ച് ക്ലോക്കിൻ്റെ മൃദുവായ ടിക് ടിക് ശബ്ദമൊഴികെ മറ്റൊന്നും കേൾക്കാനുണ്ടായില്ല. എന്തിനു നെറ്റിച്ചൊളിക്കുന്നു? വെൽസ് തൻ്റെ രോഗിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് ആരാഞ്ഞു. പീറ്റർ അനിശ്ചിതഭാവം സൂചിപ്പിക്കുന്ന മട്ടിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. യഥാർത്ഥത്തിൽ ദൈവത്തിന് മാത്രം അറിയാം. ആകെ ഇത്ര മാത്രം. അതൊരു വിചിത്രമായ പ്രണയകഥയായിരുന്നു. ഈ സംഗതി എൻ്റെ തലയ്ക്ക് മേതെ തൂങ്ങിക്കിടന്നപ്പോഴൊക്കെ ചില സമയങ്ങളാണെങ്കിൽ, ജെയിനാണെങ്കിൽ വല്ലാത്ത, ഞാൻ എങ്ങനെ അത് പറയും, തണുപ്പ മട്ട് എന്നതത്ര ശരിയായ വാക്കല്ല, അശ്രദ്ധയുമല്ല, പിടിച്ചെടുക്കാനാണ് അസാധ്യമായത്. അതാണ് ശരിയായ വാക്ക്. ആർക്കും അവളുടെ മനസ്സിനകത്തേക്ക് കയറാനൊക്കില്ല. അവളൊരു അപരിചിത മട്ടിൽ പെരുമാറുന്നു. അതെന്നെ ഭീതിതനാക്കുന്നു. എല്ലാം തുടങ്ങിയത് ആ തെറ്റായ കുറിപ്പോടെ ആയിരുന്നു. നമ്മൾ ശരിയാം വിധം പ്രവർത്തിച്ചില്ല. ഞാൻ എൻ്റെ ഉൾപ്രേക്ഷകളൊക്കെ മെനഞ്ഞുകൊണ്ടേയിരിക്കാം, കുറച്ച് ലാളിത്യശീലം ലഭിക്കുന്നതുവരെ. ചെയിനി വെൽസിൻ്റെ അതര ഭംഗിയെ ഒരു മന്ദഹാസം വികൃതമാക്കി. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഇവിടുത്തെ ആദ്യത്തെ തെറ്റായ കുറിപ്പ് തുടങ്ങുന്നു, അയാൾ പറഞ്ഞു. പിന്നെ ഒരു നിസ്സാരം കഴുതയാകാതെ നിങ്ങളാ ചെയ്തത് ഏറ്റവും നല്ല പ്രവൃത്തിയായിരുന്നു ഡൊണാൾഡ്. ഞാൻ ജെയിനെ ആരാധിക്കുന്നു. അവൾക്ക് വേണ്ടി ഞാൻ ഈ ലോകത്ത് ചെയ്യാത്തതായ പ്രവൃത്തി ഒന്നും തന്നെയില്ല. അവൾ എന്നെ ഭയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്രകാരം എനിക്ക് തോന്നുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു കാരണം, അവളിത് അറിയുന്നില്ല എന്നത് മാത്രമാണ്. അവൾ അറിയേണ്ട കാര്യവുമില്ല. അതത്ര എനിക്ക് അല്പമായെങ്കിലുള്ളൊരാശ്വാസം. എന്നെപ്പോലൊരുത്തൻ ആ ഭവനത്തിലേക്ക് തള്ളിക്കയറി. എന്നിട്ട് അവിടെ ഞാനൊരു നരകസമാനമായ വിവാഹ നിശ്ചയത്തിന് പ്രേരിപ്പിച്ചു. അത് വാസ്തവത്തിലൊരു വിവാഹ നിശ്ചയമായിരുന്നതേയില്ല. അയാൾ പല്ലുകൾ കൂട്ടിയിരുമി. വീണ്ടും ആ വ്യാകുലമായ മുറിവേറ്റ പോലെയുള്ള നോട്ടം. ഡൊണാൾഡ്, ഞാൻ അവളെ കൊണ്ടുവന്നു, അയാൾ ശാന്തമായി പറഞ്ഞു. ഇപ്രാവശ്യം കൺസൾട്ടന്റ് ഒന്ന് ഉറക്കെ ചിരിച്ചു. നിങ്ങളുടെ ഭാവന കാടുകയറി പോകുന്നു. എൻ്റെ ചങ്ങാതി, നിങ്ങൾക്ക് എങ്ങനെ അവളെ വിലക്ക് വാങ്ങാനൊക്കും? ഒരു വസ്തുവോ മറ്റോ ആണോ അവൾ? പീറ്റർ തലകുലുക്കി. തീർച്ചയായും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് നിങ്ങളുടെ പുത്രിയെ വേണം. ഒരു 100,000 പൗണ്ടുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അടക്കി പിടിച്ച് ചിരികൾ ഉണ്ടാക്കിയേനെ. പക്ഷേ അബദ്ധം എഴുന്നള്ളിക്കുന്ന ഒരു ഇടതുകൈ മണ്ടനെ പോലെ ഞാൻ ലീത്തിനെ അയാളുടെ പഠനമുറിയിൽ വെച്ച് പിടികൂടി പറഞ്ഞു, വിവാഹം കഴിഞ്ഞാൽ ആ പണം ഞാൻ തിരിച്ചു നൽകിയേക്കാമെന്ന്. ഞാനാണെങ്കിൽ ജെയിനെ ആകെ 2 പ്രാവശ്യം മാത്രമേ കണ്ടിരുന്നുള്ളൂ. എതിർപ്പുകളെ തട്ടി നീക്കാൻ എനിക്കൊരാശയം ഉണ്ടായിരുന്നു. എനിക്കത് തീർച്ചയില്ല. അക്കാര്യത്തിൽ ഞാൻ ദുഃഖിതനാണ്. ഞാൻ ഇതുവരെയും ജെയിനെ ചുംബിച്ചിട്ടില്ലെന്നറിയാമല്ലോ. ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങണം, അപരൻ വരണ്ട സ്വരത്തിൽ പറഞ്ഞു. മറ്റന്നാൾ വിവാഹിതയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നും ചിലതരം പ്രദർശനോത്സവമൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. പീറ്റർ വൃത്തിശൂന്യമായ തവിട്ട് മുടികൾക്കിടയിലൂടെ വെല്ലുകൾ ഒടിച്ചു. അത് തെറ്റാണല്ലോ, അയാൾ ആരാഞ്ഞു. തീർച്ചയായും അത് എൻ്റെ കുറ്റം തന്നെ. ഒരിക്കൽ ഞാൻ ആകെ ഭ്രാന്തി പിടിച്ചതുപോലെയായി. എന്നെക്കുറിച്ച് അവൾ എന്തെങ്കിലും കേട്ട് കാണുമോ എന്ന് വരെ ഞാൻ സംശയിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ. അതോ ഏതെങ്കിലും ഒരുക്കങ്ങൾക്ക് ഭംഗമുളവാക്കിയോ? ഉദാഹരണത്തിന് ഹെയിലോ മറ്റോ? എന്തിനയാൾ? കൺസൾട്ടിംഗ് മുറിയുടെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. അതെൻ്റെ ഭാര്യയാണ്, വെയിൽസ് പറഞ്ഞു. അവൾ ഇങ്ങോട്ട് വരുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അതോ നിങ്ങൾക്ക് ഇനിയും സംസാരിക്കണോ? ആവശ്യത്തിനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പീറ്റർ ശോകാർത്ഥനായി പ്രതിവചിച്ചു.
കൃശകാർത്തിയും യൗവനയുക്തിയുമായ സ്ത്രീയുടെ അടുത്തേക്ക് അയാൾ നടന്നു ചെന്നു. മാർജോറി വെൽസിന് 35 വയസ്സായെങ്കിലും 10 വയസ്സ് കുറഞ്ഞേ തോന്നുകയുള്ളൂ. അവൾ ഭർത്താവിനേക്കാൾ കറുത്തതായിരുന്നു. നിങ്ങളെവിടുണ്ടെന്ന് അവർ പറഞ്ഞു. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. വരന് സ്വാഗതം. ഇടയ്ക്ക് ചോദിക്കട്ടെ, വധുവിനെ ഞാനിന്ന് രാവിലെ കണ്ടു. കാഴ്ചയ്ക്ക് നല്ല ഊർജ്ജസ്വല, അനുയോജ്യനല്ലാത്ത വരനും. ഭർത്താവ് തന്നെ ഓട്ടക്കണ്ടിട്ട് നോക്കുന്നത് അവൾ കണ്ടെങ്കിൽ തന്നെ അവൾ അത് വകവെച്ചതേയില്ല. മാർജറിയുടെ ഏറ്റവും നിഷ്കളങ്കമായ അഭിപ്രായ പ്രകടനങ്ങൾക്കിടയിലും കലുഷഭാവത്തിൻ്റെ ചരടുവലികളുണ്ടായിരുന്നു. ഇതൊരു അലംഘനീയമായ വടം തന്നെ. ആ വെല്ലുവിളി ഏറ്റെടുത്തത് അയാളായിരുന്നു. അനുയോജ്യനല്ലാത്ത വരൻ. ഏതായാലും ബേസിൽ ഹെയിൽ അല്ലല്ലോ. പീറ്ററുടെ വെളുത്ത ദൃഷ്ടികൾ ചോദ്യരൂപേണ മാർജറിയുടെ നേർക്ക് തിരിഞ്ഞു. ഒരു കാലത്ത് ഗീലോയിലെ ഡെപ്യൂട്ടി ഷെരീഫ് ആയിരുന്ന ഈ യുവാവ് വിപ്ലവ നേതാവായിരുന്ന ച്യൂഷ്വിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നു. അത് തീർച്ചയായും ബേസിൽ തന്നെ. പാവം പഴയ ബേസിൽ. അയാൾ വല്ലാതായിട്ടുണ്ടെന്ന് എനിക്ക് തീർച്ചയുണ്ട്. എന്തുകൊണ്ട്? ചെയിനി വെൽസ് ലോഹസദൃശ്യമായ കഠോര ശബ്ദം പുറപ്പെടുവിച്ചാൽ അയാളുടെ ഭാര്യ സൗമ്യയും അനുസരണശീലയുമായിത്തീരും. ഞാനൊരു വല്ലാത്ത ഏഷണിക്കാരിയാണ് അല്ലേ പീറ്റർ? ഞാൻ വളരെ ഖേദിക്കുന്നു. അയാൾ തൊപ്പിയെടുത്ത് ഏതോ രഹസ്യ വിനോദം കണ്ടെത്തിയതുപോലെ മന്ദഹസിക്കുകയായിരുന്നു. അതെ, നീ പറഞ്ഞത് ശരി, അയാൾ പല്ലെറിമിക്കൊണ്ട് പറഞ്ഞു. നീ എനിക്കറിയാവുന്ന ഏതൊരു സ്ത്രീയേക്കാളും ഏറെ മറ്റേ ഹൃദയവേദന പകരുന്നു. വെയിൽസ്, നിങ്ങൾ നാളെ രാത്രി അത്താഴത്തിന് വരൂ. സർജൻ തലകുലുക്കി. അതൊരു അവിവാഹിതന്റെ അത്താഴമായിരിക്കണം, അയാൾ പ്രാധാന്യം ഊന്നിക്കൊണ്ട് പറഞ്ഞു. വിവാഹപൂർവ്വ രാത്രിയിൽ നിങ്ങളെ കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിഗ്മോ സ്ട്രീറ്റിലേക്ക് റോൾസ് റോയ്സ് കാറ് അപ്രത്യക്ഷമാകും വരെ അയാൾ മാർജറിയുമൊത്ത് വാതിൽക്കൽ ചെന്ന് മേൽപ്പടിയിൽ നിൽപ്പുറപ്പിച്ചു. പിന്നെ അയാൾ കൺസൾട്ടിംഗ് മുറിയിലേക്ക് വന്നു. സത്യത്തിൽ പീറ്ററിന് എന്തു പറ്റി? നല്ല ആരോഗ്യം തോന്നിക്കുന്നില്ലല്ലോ. ഈ ചോദ്യം അവൾ ചുമ്മാ ചോദിച്ചതായിരുന്നു. പീറ്ററുടെ ആവർത്തിച്ച സന്ദർശനങ്ങളെപ്പറ്റി തനിക്ക് അപ്പോൾ മാത്രമേ ബോധോദയം ഉണ്ടായുള്ളൂ എന്ന പോലെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മാർജറി, അതായത് എൻ്റെ രോഗികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാറില്ല, എൻ്റെ ഉറക്കത്തിൽ പോലും. ഒരു തോൾ ഒന്ന് ചരിച്ചിട്ട് അവൾ വാതിൽക്കിലേക്ക് തിരിഞ്ഞു. പീറ്ററെക്കുറിച്ച് ചിന്തിച്ച് ബുദ്ധിമുട്ടാതെ. മനസ്സിലായോ? ആ, എന്താണിത്? തുറന്ന വാതിൽക്കൽ ഒരു വേലക്കാരി പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവളുടെ കയ്യിലെ വെള്ളിത്താലത്തിൽ ഒട്ടിച്ച ഒരു കവർ. അതിൽ വിലാസം എഴുതിയിരുന്നില്ല. എങ്കിലും അയാൾ ഫ്ലാപ്പ് പൊട്ടിച്ച് ഒരു കാർഡ് എടുത്തു. പിന്നെ അത് വായിച്ചു. ശരി, ഇനി ആ മിസ്റ്റർ റൂപ്പറെ ദയവായി അകത്തേക്ക് പറഞ്ഞേക്കൂ. നിനക്ക് പോകാം. ഈ അവസാന വാക്ക് ഭാര്യയോടായിരുന്നു. പീറ്ററെക്കുറിച്ച് ഞാൻ പിന്നെ നിന്നോട് പറയാം, മറ്റു കാര്യങ്ങളും. അയാൾ പറഞ്ഞ് അവസാനിക്കും മുമ്പ് അവർ മുറിയുടെ പുറത്തെത്തിയിരുന്നു. നല്ല ഉയരവും വീതിയേറിയ മാറിടവുമുള്ള ഒരാൾ അകത്തേക്ക് പ്രവേശിച്ചു. നാമമാത്രമായ അയാളുടെ തലമുടിയിൽ നര കയറി തുടങ്ങിയിരുന്നു. എങ്കിലും ഒരു നല്ല പടയാളിയെപ്പോലെയാണ് അയാൾ കയറി വന്നത്. ചെയിനി വെൽസ് വാതിലടച്ചു. സന്ദർശകനായി ഒരു കസേര ചൂണ്ടിക്കാണിച്ചു. ഇരിക്കൂ ഇൻസ്പെക്ടർ. ചീഫ് ഇൻസ്പെക്ടർ മോസസ് റൂപ്പർ തൻ്റെ ഡെർബി തൊപ്പി ശ്രദ്ധയോടെ മേശപ്പുറത്ത് വെച്ചു. തവിട്ട് നിറത്തിലുള്ള കയറുകൾ ഊരി. ആകാംക്ഷപൂർവ്വം അയാൾ മേൽക്കോട്ടിൻ്റെ പോക്കറ്റിൽ പരതി. തടിച്ച ഒരു തുകൽ പേഴ്സ് കിട്ടിയതോടെ അയാൾ ഇരിപ്പുറപ്പിച്ചു. ഡോക്ടർ, അങ്ങയെ ശല്യപ്പെടുത്തിയതിൽ ഖേദിക്കുന്നു, അയാൾ തുടങ്ങി. നിങ്ങളൊരു തിരക്ക് പിടിച്ച ആളാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് നിങ്ങളെ കാണേണ്ടതുണ്ട്. മിസ്റ്റർ വെൽസ് പ്രതീക്ഷാപൂർവം കാത്തുനിന്നു, എന്നാൽ അത്ഭുതത്തോടെയും. ഇതാണ് കാര്യം. ഇൻസ്പെക്ടർ മടക്കി വെച്ച ഒരു വെള്ള കടലാസ് എടുത്ത് മേശപ്പുറത്ത് നിവർത്തി വെച്ചു. ഒരു 50 പൗണ്ടിൻ്റെ നോട്ട്. നിങ്ങളുടെ പേര് ഇതിൻ്റെ മറുവശത്ത് സ്റ്റാമ്പ് ചെയ്ത് പതിപ്പിച്ചില്ലായിരുന്നെങ്കിൽ മറ്റു നോട്ടുകൾക്കിടയിൽ നിന്നും ഇത് തിരിച്ചറിയാനേ സാധ്യമല്ല. അയാൾ കണ്ണട എടുത്തു വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു. ഡി ചെയിനി വെൽസ്, MRCS 903 ഹാളി തെരുവ്. അയാൾ അത് കൺസൾട്ടന്റിന് കൈമാറി. മങ്ങിയതും മഞ്ഞ സ്റ്റാമ്പ് അടയാളം. അതിൽ കൺസൾട്ടന്റ് കണ്ടുപിടിച്ചു. അതെ, അയാൾ പറഞ്ഞു. ഇത് എൻ്റെ റബ്ബർ സ്റ്റാമ്പാണ്. ഞാനിത് പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. പക്ഷേ ഈ നോട്ടിൽ ഇത് പതിച്ചതായി ഞാൻ ഓർക്കുന്നില്ലല്ലോ.
നിങ്ങൾ ഈ നോട്ട് കൈമാറിയതായി ഓർക്കുന്നോ? അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നോ മറ്റോ? ചേനി വെൽസ് ചിന്തിക്കുകയായിരുന്നു. ഉവ്, 50ന്റെ നോട്ടുകൾ അസാധാരണ സംഖ്യകളാണ്. എനിക്കിത് ഒരു രോഗിയിൽ നിന്നാണ് ലഭിച്ചത്, മിസ്റ്റർ പീറ്റർ ക്ലിഫ്റ്റൺ. ഞാനത് കെംപ്റ്റൺ പാർക്ക് കുതിരപ്പന്തയ മത്സരത്തിലേക്ക് കൈമാറി. ചിലപ്പോഴൊക്കെ ഞാൻ പന്തയം വയ്ക്കാറുണ്ട്. ബുക്ക് മേക്കർമാരുടെ കണക്കുകളൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. ആ കുറ്റാന്വേഷകൻ പ്രസന്നനായി മന്ദഹസിച്ചു. എന്നിട്ട് മത്സരത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടോ? മിസ്റ്റർ വെൽസ് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഏയ്, സത്യത്തിൽ ഞാൻ ജയിച്ചു, ഒരു 200 പൗണ്ടിന്. റൂപ്പർ ധൃതിയിൽ ഒരു കവറിന് പുറമെ എന്തോ എഴുതി. മിസ്റ്റർ പീറ്റർ ക്ലിഫ്റ്റൺ അല്ലേ? എനിക്ക് തോന്നുന്നു ആ മാന്യനെ എനിക്കറിയാമെന്ന്, അയാൾ പറഞ്ഞു. അയാൾക്ക് കാൾട്ടൺ ഹൗസ് ടെറസിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷേ എന്താണ് ഈ രഹസ്യം? വെൽസ് ആരാഞ്ഞു. എന്നിട്ട് നല്ല നർമ്മരസത്തോടെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു. അയാളത് മോഷ്ടിച്ചു എന്നല്ലല്ലോ പറയുന്നത്? മറുപടി നൽകും മുമ്പ് ഇൻസ്പെക്ടർ എഴുതുന്നത് പൂർത്തിയാക്കി. അല്ല സർ, പക്ഷേ ആ നോട്ട് വ്യാജമാണ്. അത് ഒരു ബുദ്ധിമാന്റെ ബുദ്ധിയില്ലാത്ത പണി തന്നെ. ഉപയോഗിച്ച കടലാസ് അയാളെ ചതിച്ചു. ഈ ബുദ്ധിമാനെക്കുറിച്ചുള്ള വിവരമൊന്നും തിരക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. 5 കൊല്ലക്കാലത്തെ നാണയ വിഷയത്തിലുള്ള അയാളുടെ നുഴഞ്ഞുകയറ്റം ഈ ലോകത്ത് മുഴുവനുള്ള ബാങ്കുകാർക്കും മനക്ഷോഭം ഉളവാക്കിയിരുന്നു. അയാളുടെ പ്രവർത്തനം ഇത്ര നാളും വളരെ സജീവമായിരുന്നു. ആരാണ് അയാൾക്ക് ഈ പേര് നിർദ്ദേശിച്ചതെന്നും ആരും ഓർക്കുന്നില്ല. വാസ്തവത്തിൽ അത് ബുദ്ധിമാന്റെ ഏജന്റുമാരിൽ ഒരുവിനെതിരെ തെളിവ് നൽകവേ ഒരു പോലീസ് കോൺസ്റ്റബിൾ കണ്ടുപിടിച്ച പേരായിരുന്നു. അയാൾ ഇതിനു മുമ്പ് ഒരിക്കലും ഇംഗ്ലീഷ് നോട്ടുകൾ കൈകാര്യം ചെയ്തിട്ടില്ല, റൂപ്പർ പറഞ്ഞു. ബാങ്ക് ഓഫ് ആഫ്രിക്കയിൽ നിന്നാണ് അയാളുടെ തുടക്കം. പിന്നെ സ്വിസ് ഫെഡറൽ ബാങ്കിലേക്ക് മാറി. പിന്നെ അയാൾ അമേരിക്കയുടെ $100 ബില്ലുകൾ വ്യാജമായി ഉണ്ടാക്കി. അതിനെ തുടർന്ന് ബാങ്ക് ഓഫ് ഫ്രാൻസിസിലേക്ക് തിരിഞ്ഞു. അയാൾ ഐക്യനാടുകളിലേക്ക് തന്നെ വീണ്ടും മടങ്ങുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഒരു ബിൽ ഞങ്ങൾ പാരീസിൽ കണ്ടെടുത്തു. ഇയാൾ ഇങ്ങനെ സ്വരാജ്യ സ്നേഹമില്ലായ്മ കാണിച്ചത് ഒരു നടുക്കം ഉളവാക്കിയിട്ടുണ്ട്. അയാൾ വിമിഷ്ടത്തോടെ ചിരിച്ചു. നിങ്ങൾക്ക് പണമൊന്നും നഷ്ടം വന്നില്ലല്ലോ? വേവലാതി പോണ്ട സർജന് അയാൾ ഉറപ്പ് നൽകി. ബാങ്ക് ഈ നോട്ടുകൂടി കണ്ടുകെട്ടി. ഇനിയിപ്പോ എനിക്കത് വ്യാജമായി ചമച്ച ആളെ കണ്ടുകിട്ടണം. വെൽസ് ചുമരിലുള്ള ഒരു സേഫ് തുറന്ന് ഒരു പുസ്തകമെടുത്തു. ഞാനത് പൂർണ്ണമായി ഉറപ്പുവരുത്തട്ടെ. എന്നിട്ട് അയാൾ പേജുകൾ വേഗത്തിൽ മറിച്ചു. കുറച്ചു കഴിഞ്ഞ് നിർത്തി. ഇതാ കിടക്കുന്നു. പീറ്റർ ക്ലിഫ്റ്റന് $52 10 ശില്ലിംഗ് ക്യാഷായി തന്നെ, ചെക്കല്ല. നമ്പറോ? ഇല്ല, ഞാൻ നമ്പർ ശ്രദ്ധിച്ചില്ല. സാധാരണ ശ്രദ്ധിക്കാറില്ല. അതൊരു കഠിനമായ പണിയായിരിക്കും. എൻ്റെ കക്ഷികളിൽ അധികം പേരും ക്യാഷാണ് നൽകുക. കുറ്റാന്വേഷകൻ കടലാസിലൂടെ കണ്ണോടിച്ചു. അത് തീയതിയുടെ കാര്യമാണല്ലോ. അയാൾ തലയാട്ടി. പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ തവിട്ട് നിറമുള്ള പുസ്തകം എടുത്ത് താളുകൾ മറിച്ചു. അതെ, കെംപ്റ്റൺ. അതേ ദിവസം തന്നെ. നന്ദി ഡോക്ടർ. ചേനി വെൽസ് അയാളെ പുറംവാതിൽ വരെ അനുഗമിച്ചു. മടങ്ങിയെത്തിയ അയാളുടെ മുഖത്ത് ചിന്താദ്യോഗ്യമായ ചുളിവുകളുണ്ടായി. കള്ളനോട്ടുകളെക്കുറിച്ചൊന്നും ആയിരുന്നില്ല ആ ചിന്ത. ഒന്നിനേക്കാൾ തീർച്ചയായി മറ്റൊന്നുണ്ടെന്ന് വരികിൽ അത് താൻ ആ നോട്ടിന്റെ മറുവശത്ത് തന്റെ പേര് മുദ്ര പതിപ്പിച്ചില്ല എന്നതായിരുന്നു. പിന്നെ ആരാണത് ചെയ്തത്? എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? നീ പീറ്ററിനെന്ന് കണ്ടോ? ജോൺ ലീത്ത് വായിച്ചുകൊണ്ടിരുന്ന സായാഹ്ന പത്രത്തിൽ നിന്നും തല ഉയർത്തി ചോദിച്ചു. ഇല്ല ഡാഡി. മിസ്റ്റർ ലീത്ത് അന്നത്തെ വാർത്തകൾ വായിച്ചുകൊണ്ടിരുന്നു. സഹൃദയനായിരുന്നു മനുഷ്യനായിരുന്ന അയാളുടെ നീണ്ട താടി ഒരിക്കൽ സുവർണ നിറമായിരുന്നത് മാറി ഇപ്പോൾ മുഴുവനായും നരച്ചിട്ടുണ്ട്. അവർ ഇരുന്ന ഉയരമുള്ള മുറിയുടെ കിടപ്പ് കണ്ടാൽ തന്നെ പറയും അതൊരു സ്റ്റുഡിയോ ആണെന്ന്. അല്ലാത്ത പക്ഷം നീളമേറിയ ജാലകങ്ങൾ അത് വിളിച്ചു പറയുമായിരുന്നു. ഭിത്തിയിലെ ഓരോ ഇഞ്ച് സ്ഥലവും അയാളുടെ പ്രകൃതി ചിത്രങ്ങളെ കൊണ്ടും പഠന ചിത്രങ്ങളാലും മഹാത്മാരായ ചിത്രകാരന്മാരുടെ സൃഷ്ടികളെ കൊണ്ടും നിറഞ്ഞിരുന്നു. സുഖലോലുപത നിറഞ്ഞ സാഹചര്യമാണ് തന്നെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഉയരാതിരിക്കാൻ പ്രേരകമായതെന്ന് അയാൾക്ക് കുറ്റസമ്മതം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് പത്രം മാറ്റിവെച്ചിട്ട് അയാൾ തൻ്റെ ഇഷ്ടവിഷയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. പട്ടിണിയുടെ വിളിക്ക് ചെവി കൊടുക്കേണ്ടാത്ത കാലത്തോളം ഒരു മനുഷ്യൻ തൻ്റെ ഭാവനകളുടെ ഉടമ തന്നെയാണ്. പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ളത് പെയിന്റ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഒരാൾ മഹത്വത്തെക്കുറിച്ച് അലറുന്നത്.
പക്ഷെ അവൾക്ക് കലാകാരന്മാരിൽ താല്പര്യമില്ലായിരുന്നു. കാലുകൾ തമ്മിൽ ചേർത്ത് വെച്ച് ഒരു സെറ്റിയുടെ അറ്റത്തായി മുഖം കൈകളിൽ താങ്ങി അവൾ ഇരുന്നു. യാതൊരു തത്വദീക്ഷയുമില്ലാത്ത ഈ ലോകത്തിൽ താൻ സ്നേഹിച്ച ഒരേ ഒരു കാര്യത്തിൽ ഗൗരവമായി കണ്ണുകൾ നട്ടുകൊണ്ടായിരുന്നു അവളുടെ ഇരിപ്പ്. ഡാഡി, നമ്മൾ സാമാന്യം നല്ല പണക്കാരല്ലേ? അയാൾ അതരങ്ങൾ കൂട്ടിക്കൊണ്ട് പറഞ്ഞു. സാമാന്യം നല്ലതുപോലെ. പിന്നെ ഞാൻ പീറ്ററെ വിവാഹം ചെയ്യണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അയാൾ വലിയൊരു ധനികനാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എൻ്റെ വിചാരം മുഴുവനും അയാളിൽ എനിക്ക് ഔന്നത്യമുണ്ടെന്ന് തന്നെയാണ്. പക്ഷേ ആ മുഖത്തെ ചില സമയത്തെ ഒരു വല്ലാത്ത ഭാവം എന്നെ ചിലപ്പോഴൊക്കെ ഭയപ്പെടുത്താറുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ അയാളെ എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് ഇക്കാര്യത്തിൽ ഒരു ധൃതിയുടെ സ്വഭാവം കാണിക്കാതിരുന്നെങ്കിൽ. അയാൾ അലസഭാവേന കൈനീട്ടി അവളുടെ കയ്യിൽ പിടിച്ചു. എൻ്റെ ഓമനെ, അതെൻ്റെ ആഗ്രഹമാണ്. നിന്നെ വേഗം വിവാഹിതയാക്കണമെന്നുണ്ട് എനിക്ക്. സ്തംഭിച്ച് അവൾ അയാളെ നോക്കി. ഡാഡി, അങ്ങയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? അയാൾ ഉറക്കെ ചിരിച്ചു. അത് തന്നെയായിരുന്നു അസുഖമില്ലെന്ന ഉത്തരം. ഇല്ല, എനിക്ക് അസുഖമൊന്നുമില്ല, അയാൾ നിർമ്മരസത്തോടെ പറഞ്ഞു. ഞാനൊന്നും നിന്നിൽ നിന്ന് മറച്ചു വെക്കുന്നില്ല. നീ വിവാഹിതയായി കാണണമെന്ന് മാത്രം. അയാളൊരു നല്ല മനുഷ്യനാണ്. ആ, പിന്നെ നീ പറഞ്ഞതുപോലെ വലിയ ധനികനുമാണല്ലോ. എവിടെ നിന്നാണ് അദ്ദേഹം പണമൊക്കെ ഉണ്ടാക്കിയത്? മുമ്പ് ചോദിച്ചുള്ള ചോദ്യം അവൾ ഒന്നുകൂടി ആവർത്തിച്ചു. ബന്ധുക്കളെക്കുറിച്ചൊന്നും അദ്ദേഹം മിണ്ടുന്നില്ല. ആളുകളൊക്കെ അറിയാതെ എങ്ങനെയാണ് ഒരാൾ പണക്കാരനാവുന്നത്? ബേസിൽ പറയേണ്ടാത്തതൊക്കെ പറയുന്നുണ്ട്. മിസ്റ്റർ ലീത്തിന്റെ ശബ്ദം പ്രശാന്തമായിരുന്നു. പീറ്ററിനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ലല്ലോ അല്ലേ? ഉവ്, കേട്ടു. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു. ഒരു വ്യാജ 50 പൗണ്ട് നോട്ട് കേസിൽ ഏതോ പോലീസ് ഓഫീസർ വീട്ടിലേക്ക് ചെന്നത്രേ. ആ നോട്ടിൽ ഒരു പേര് മുദ്രയുണ്ട്, ഷൊണാസ് വെൽസിന്റെ. പീറ്റർ വല്ലാതെ ക്ഷോഭിച്ചിട്ടുണ്ട്. അച്ഛനറിയാമല്ലോ അപ്പോഴത്തെ അയാളുടെ ശബ്ദം. 50ന്റെ വ്യാജ നോട്ടോ? ഇതാ ഈ പത്രത്തിൽ അതേപ്പറ്റി വാർത്തയുണ്ട്. ആ ബുദ്ധിമാനെ കുറിച്ചാണ് സൂചന മുഴുവനും. മിസ്റ്റർ ലീത്ത് വാർത്താപത്രികയിലേക്ക് മടങ്ങിയെത്തി. അയാൾ ഇത് ഉറക്കെ വായിച്ചിട്ട് തൻ്റെതായ സ്വകാര്യ ചിന്തകളിൽ മുഴുകി. റാസ്കൽ, അവരവനെ പിടിക്കും. പീറ്ററെ പറ്റിയാണെങ്കിൽ പീറ്റർ സമർത്ഥൻ പയ്യനാണ്. അയാൾക്ക് പണം അധികമാണെന്ന ശാപമേ ഉള്ളൂ. അതില്ലായിരുന്നെങ്കിൽ അയാൾ സോണിനെ പോലെ ഒരു മഹാനായനെ. സത്യത്തിൽ പീറ്ററിന്റെ ചിത്രരചനകളൊക്കെ മഹത്തരം തന്നെ. നീ ഓർക്കുന്നോ അയാൾ നിനക്കായി വരച്ച ഭംഗിയുള്ള ചിത്രങ്ങൾ? ഡാഡി അതൊക്കെ കളഞ്ഞില്ലേ? അവൾ കുറ്റപ്പെടുത്തി. തൻ്റെ കുറഞ്ഞു വരുന്ന ഓർമ്മശക്തിയെ അയാൾ സ്വയം പഴിച്ചു. എവിടെയാണ് ഞാൻ അത് ഇട്ടതെന്ന കാര്യമേ മറന്നുപോയി. ഞാൻ എവിടെയോ പോകുന്ന തിരക്കിലായിരുന്നു. അവയൊക്കെ ഞാൻ പോക്കറ്റിലിട്ട് ട്രെയിനിൽ വെച്ചാണ് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ ആണയിടാം. അവളുടെ സ്വാർത്ഥ താല്പര്യം കാരണം അയാൾ പറയുന്നതൊന്നും ശ്രദ്ധിച്ചതേയില്ല. നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കണ്ടൊരു നേരം. അവൾ തലകുലുക്കി. ഡാഡിക്ക് അറിയില്ലേ, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഞാൻ വിവാഹിതയാകുമെന്ന്? ഇത്ര ചെറിയ കാര്യത്തിലൊന്നും എനിക്ക് താല്പര്യമില്ല. അതല്ലേ അതിൻ്റെ ശരി? താടിയുള്ള ആ മനുഷ്യൻ പത്രം താഴെ വെച്ചു. പിന്നോക്കം ചാഞ്ഞ് ഒരു സിഗാർ ബോക്സിൽ നിന്നും ആദ്യം കിട്ടിയ സിഗാർ എടുത്തു. അറ്റം കടിച്ചു കളഞ്ഞ് തൽക്ഷണം തന്നെ തീ പിടിപ്പിച്ചു. ആകെ 79 ചെറുപ്പക്കാരുടെ കാർഡിനൽ ഇല്യൂഷൻസ് ഉണ്ട്. അയാൾ സിഗാർ ആഞ്ഞു വലിച്ചു. ഒരുപക്ഷെ 2 or 3 കൂടുതൽ കണ്ടേക്കാം. ഇതൊന്ന് ജയിച്ചു കിട്ടാനുള്ള തടസ്സം എന്താണെന്ന് വെച്ചാൽ വിവാഹ മുഹൂർത്തത്തിന് 48 മണിക്കൂർ മുമ്പ് ഭാവി വധുക്കളൊക്കെ അക്ഷമരും അതീവ സന്തുഷ്ടരുമായിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രധാന കാര്യം. എല്ലാ വധുക്കളും ഭാവിയെക്കുറിച്ച് ഉറപ്പുള്ളവരാണ്. ഭാവിയെപ്പറ്റി കാര്യഗൗരവപരമായ പരാജയബോധം ആർക്കുമില്ല. അഥവാ കുറച്ചു പേർക്കേ ഉള്ളൂ. കണ്ണടയ്ക്കുള്ളിലൂടെ അയാൾ അവളെ നോക്കുകയായിരുന്നു. അങ്ങനത്തെവർ ഉണ്ട് എൻ്റെ ഓമനെ, ഹൃദയവാന്മാർ. അതായത് തുല്യ മനസ്സോടെ പരസ്പരം പ്രണയബദ്ധരായവർ. സത്യത്തിൽ ഈ നില ഭയാനകമാവിധം സാധാരണമാണല്ലേ? ഈ സാധ്യതയ്ക്ക് നേരെ സമ്മതഭാവേന തലകുലുക്കിക്കൊണ്ടവൾ തുടർന്നു. ശരി, അത് സന്തുഷ്ടകരമല്ലേ? എനിക്കെന്തോ പറയേണ്ടതാണെന്നൊരു തോന്നൽ. എൻ്റെ വികാരങ്ങളും സന്ദേഹങ്ങളും ക്രോഡീകരിച്ച് അതൊക്കെ സത്യപ്രതിജ്ഞ എടുപ്പിക്കുന്ന ഒരു കമ്മീഷണറുടെ മുമ്പാകെ സമർപ്പിക്കണമെന്ന്. മറ്റു വിധത്തിൽ പറഞ്ഞ
ഇപ്പോൾ അങ്ങനെയല്ലാത്ത ഞാൻ പീറ്ററുടെ മുമ്പാകെ നല്ലവളായി ഇരിക്കണമെന്ന മോഹം. ഏതോ ഒരു സന്ദർശകൻ വാതിൽപ്പിടിയിൽ തിരിച്ചു. അവൾ ചുറ്റിനു നോക്കി. കൂടുതൽ സ്വസ്ഥമാ വിധത്തിൽ ഇരിപ്പ് മാറ്റി. മിസ്റ്റർ ലീത്ത് തലയുയർത്തി സന്ദർശകനെ നോക്കി. എനിക്ക് നിന്നെ കാണണം ബേസിൽ, അയാൾ പറഞ്ഞു. എന്തോ വഴക്ക് പോലെ തോന്നുന്നല്ലോ. ഞാനെന്തോ കുഴപ്പമുണ്ടാക്കി? അവൾ ബേസിലിനെ വെറുത്തിരുന്ന സമയമുണ്ടായിരുന്നു. അങ്ങനെയാണ് സാധാരണഗതിയിൽ സ്ത്രീകളുടെ പൂർവപര വൈരുദ്ധ്യങ്ങൾ. ഇത്തരം സന്ദർഭങ്ങളിൽ ബേസിൽ അവളെ സന്തോഷപ്പെടുത്താൻ പ്രത്യേകമായ ശ്രമം നടത്താറുണ്ട്. ബേസിൽ ഹെയിലിന് നല്ല പ്രസന്നമായ വട്ടമുഖമാണ്, ചുവന്ന തലമുടി, സദാ ചുണ്ടിൽ മന്ദഹാസമുണ്ടാകും. ഇവർ തമ്മിലുള്ള ആദ്യകാല സൗഹൃദവേളയിൽ അയാളുടെ സൗന്ദര്യം ജെയിൻ ലീത്തിന് അസ്വസ്ഥതയ്ക്കുള്ള ഹേതുവായിരുന്നു. ഒരു ഈർഷ്യ എന്ന് പറയാം. അവിടെ അസ്വസ്ഥതയുടെയൊരു എരിവുണ്ട്. തൻ്റെ ആകർഷണ വലയത്തിൽപ്പെടുന്ന ഏതൊരു സ്ത്രീ പുരുഷന്മാരിൽ നിന്നും അയാൾ എന്തെങ്കിലും ഗ്രഹിച്ചെടുക്കും. എന്നിട്ട് ഒടുവിൽ അവരെ പരീക്ഷീണരും ശൂന്യരുമാക്കി അവശേഷിപ്പിക്കും. ആ സമയം അയാൾ വാതിൽപ്പടിയിൽ നിൽക്കുമായിരുന്നു. തിളക്കമുള്ള മുഖത്ത് ഒരു ചുളിവ്. ഇതൊന്നും അവളുടെ കണ്ണുകളിലെ വിരുദ്ധഭാവം കൊണ്ടോ അവളുടെ അച്ഛൻ്റെ കുത്തുവാക്കുകൊണ്ടോ ഉണ്ടായതല്ല. എന്താണൊരു കുഴപ്പം? ഈ തണുപ്പിന് കാരണമെന്താ? ഞാൻ ആർട്ട് ഡാൻസിന് പോകുന്നു. നീയോ ജെയിൻ? ആർട്ടിസ്റ്റിക്കോ അല്ലാത്തതോ ആയ ഒരുവിധ നൃത്തത്തിനും ജെയിൻ പോകുന്നില്ല. ബേസിൽ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ലീത്ത് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. പഠനമുറിയിലേക്ക് ആംഗ്യം കാണിച്ചു. സ്റ്റുഡിയോയിൽ നിന്നും ആ മുറിയിലേക്ക് കടക്കാം. ഓ ദൈവമേ, എന്നെ നിങ്ങൾ റാഗ് ചെയ്യാനൊന്നും പോവുകയല്ലോ, ആണോ? ബേസിൽ കുരുങ്ങി ചിരിച്ചുകൊണ്ട് ആരാഞ്ഞു. അയാളെ തടയൂ ജെയിൻ. നിങ്ങൾ വന്ന് നൃത്തം ചവിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം. വേഗമാവട്ടെ. ലളിതവും വിലപിടിച്ചതുമായ എന്തിനെക്കുറിച്ചെങ്കിലും പറയൂ. ജെയിൻ, ഇന്ന് രാത്രി നിനക്കൊരു ദൈവികമായ ഭാവമുണ്ട്. ഹെയിൽ. മിസ്റ്റർ ലീത്ത് തന്നെ ഇരട്ടപ്പേരുപയോഗിച്ച് വിളിച്ചപ്പോൾ ബേസിൽ ഒന്നും തർക്കിച്ചില്ല. അവരുടെ പിന്നിൽ പഠനമുറിയുടെ വാതിലടഞ്ഞു. അന്നേരം മുൻവാതിലിലെ ബെൽ ശബ്ദിക്കുന്നത് ജെയിൻ കേട്ടു. അവൾ ധൃതിയിൽ മുറി ഉറകെ കടന്ന് വലിയ ജാലകത്തിനടുത്തേക്ക് ചെന്നു. വാതിലിന് മുന്നിലെ അവന്യൂ റോഡിൽ ഒരു വലിയ റോൾസ് റോയ്സ് കാർ നിന്നിരുന്നു. അവൾക്ക് വിസ്മയമാണോ പരിഭ്രാന്തിയാണോ ഉളവായത്? ഏതോ കാരണത്താൽ അവൾക്ക് ഈർഷ്യയുണ്ടായി. ഇത് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കൂടാതെ ഈ അതിവിശാലമായ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള ബോധോദയത്തെ അവൾക്ക് മുഴുവനായി ഒളിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. 48 മണിക്കൂറിനകം തൻ്റെ ഭർത്താവാകാൻ പോകുന്നയാൾ ഇതിനകം തനിക്ക് വിരസമായി മാറിയിരിക്കുന്നു. ഏതായാലും അയാളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ടെന്ന ഭാവം പ്രദാനം ചെയ്യാൻ അവൾ പരമാവധി പരിശ്രമിച്ചു. അവൾ അയാൾക്കുള്ള സ്വാഗതത്തിൽ കലർത്തിയ ഊഷ്മളത അയാളെ ആശ്ചര്യപ്പെടുത്തി, സന്തോഷിപ്പിച്ചു. ഇത്തരം ആത്മവഞ്ചന അവൾ സ്വയം ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഏറ്റവും മുഷിഞ്ഞ വേഷമത്രേ അണിഞ്ഞിരുന്നത്. അസാധാരണമായ വിധത്തിൽ മൗനിയും പരിഭ്രാന്തനുമായി കാണപ്പെട്ടു. തനിക്ക് പറയാൻ പറ്റിയ ഒരു ഒഴുകഴിവ് അയാൾക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ തക്ക ആത്മബോധം അവൾക്ക് ഇല്ലായിരുന്നു. ചെയിനി വെൽസ് പറഞ്ഞു, അവളത്ര ഇംഗ്ലണ്ടിലെ ഏറ്റവും മനോഹരിയായ സ്ത്രീയെന്ന്. ഇത് അയാളുടെ അധിക പ്രസംഗം തന്നെയാണ്. കുറ്റമറ്റ തൊലിയും സാധാരണ പ്രകൃതങ്ങളും അവൾക്കുണ്ടെന്നത് ശരി തന്നെ. ഇതൊക്കെ പാടെ സ്വാഭാവികമായൊരു മനോഹര ആകാരവും ഭാവഭംഗിയും അവൾക്കുണ്ടാകുമെന്നത് സത്യം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മറുപുറമുണ്ട്. അതായത് ആ വെളുത്ത കണ്ണുകൾക്ക് പിന്നിൽ എവിടെയോ തനിക്ക് ആകൃതിയോ ആകാരമോ ഒന്നുമില്ലാത്ത വഴുതി മാറുന്നൊരു മഹത്വം കൂടിയിരിക്കുന്നുണ്ട്. വേനൽക്കാല ഉഷസ്സിലെ ദൃശ്യമായ സുഗന്ധം പോലെ ഉഷ്ണസമുദ്രത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഭൂതലത്തിൽ വളരുന്ന സാഫോഡിൻ പുഷ്പങ്ങൾ കണക്കെ. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചില്ലല്ലോ. അതൊരു വല്ലാത്ത പ്രയോഗമായിരുന്നു. അത് വേണ്ട. അയാളുടെ ശബ്ദം തെല്ലു പരുഷമായി. ഞാനും വരണമെന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഞാൻ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചെടുക്കുമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. പീറ്ററെ സംബന്ധിച്ചിടത്തോളം ട്യൂട്ടോളജി എന്ന് പറയുന്നത് ദുർഗ്രാഹ്യം എന്നതിൻ്റെ മുന്നോടിയായിരുന്നു. ഏതു കാര്യങ്ങൾ? അധികവും നിന്നെപ്പറ്റി, എൻ്റെ പേടി മുഴുവനും. എന്താണ് ഞാൻ അതിന് പറയേണ്ടത്? നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അവക്ക് അറിയാം, പക്ഷെ അത് പറയില്ല. ഇത്തരം സ്വന്തം ക്രൂരതയിൽ അവൾ ഒരു തരം ഹീനമായ സംതൃപ്തി കണ്ടെത്തി. നിങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താല്പര്യമില്ലാത്തപ്പോൾ
നിങ്ങളെ വിവാഹം ചെയ്യുക എന്നത് ഒരു കളിയാണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ? എന്താണ് ഞാൻ അർത്ഥമാക്കിയത്? ആണോ? ഏതോ വന്യമായ നിമിഷത്തിൽ അവൾ ആ സത്യം അയാളോട് പറയാനൊരുങ്ങി. പഴയ പ്രഹരത്തെ ഇപ്പോഴുള്ള സൗഹൃദം കൊണ്ടൊന്ന് തണുപ്പിക്കാൻ. നിങ്ങളതൊക്കെ തച്ചുടയ്ക്കാൻ വന്നതാണോ പീറ്റർ? അന്നേരം ഈ അപകടത്തിലേക്കുള്ള നീക്കം അവൾക്ക് ബോധ്യമായി. പരിഭ്രാന്തിയിലുള്ള സൂസിയുടെ തിരിച്ചുവരവ് ഈ സൂചനയുടെയും പാതി ഒഴിഞ്ഞ ഈ ലക്ഷ്യവും കൂടിയും മേഘസമാനമായ മിശ്രിതം ഒരു സുനിശ്ചിതമായ വേർപെടലാകുന്നതിനെ തടസ്സപ്പെടുത്തുമെന്ന് അവൾ മനസ്സിലാക്കി. തമാശ കളയൂ, ഇങ്ങനെയൊന്നും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇത്തരത്തിലുള്ള അവൾ നിർത്തി. പറ്റിയ വാക്ക് അന്വേഷിച്ചു. മ്ലേച്ഛമായ എന്ന വാക്ക് തള്ളിക്കളഞ്ഞു. സന്തോഷസമേതം അയാൾ അത് പൂരിപ്പിച്ചു. അതായത് സുദീർഘമായൊരു നെടുനിശ്വാസം, ഒരു വിടവ് നികത്താൻ ഒക്കുമെങ്കിൽ. ഖേദിക്കുന്നു, ഇന്ന് രാത്രി ഞാൻ ആകെ അസ്വസ്ഥനാണ്. സ്കോട്ട്ലൻഡ് യാർഡിലെ ഒരു മനുഷ്യൻ എന്നെ കാണാൻ വരുന്നുണ്ട്. ഞാനത് പറഞ്ഞല്ലോ. സ്കോട്ട്ലൻഡ് യാർഡിനോട് എനിക്കൊരു പ്രത്യേക തരം ആരാധനാഭാവമുണ്ട്. ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ റൊഡേഷ്യയിൽ പോലീസിലായിരുന്നു. നിങ്ങൾ റൊഡേഷ്യയിൽ ഒരു സ്വർണ്ണഖനി കണ്ടോ? ഈ ചോദ്യത്തിന് അവളൊന്ന് മന്ദഹസിച്ചെങ്കിലും അത് ഒരു ഉദ്ദേശത്തോടു കൂടെയായിരുന്നു. അയാളുടെ അങ്കലാപ്പ് അവളെ സ്തബ്ധയാക്കി. ഇല്ല, ഞാനത് എൻ്റെ പിതാവിൽ നിന്നും പൈതൃകമായി സ്വീകരിച്ചതാണ്. തൻ്റെ മുഖത്തേക്ക് ഉയർന്ന ആ കൈപ്പടം ഉണ്ടായിരുന്നെന്ന് അവൾക്ക് തീർച്ചയുണ്ടായിരുന്നു. തൻ്റെ അങ്കലാപ്പ് വിശദീകരണം അർഹിക്കുന്നതാണെന്നും അയാൾക്ക് ബോധ്യമായി. ആ ചോദ്യം എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞതാണ്. എന്നെ നീ വല്ലാതെയാക്കി. ആ പണം ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ലല്ലോ. അവളുടെ ചഞ്ചലിപ്പിക്കാത്ത ദൃഷ്ടികൾ അയാളിൽ തന്നെ തറച്ചു നിന്നു. ഞാൻ പണത്തെക്കുറിച്ചൊന്നും ചോദിച്ചത് തന്നെയില്ലല്ലോ. ഞാൻ തമാശ പറഞ്ഞതാണ്. റൊഡേഷ്യയിൽ ആർക്കെങ്കിലും സ്വർണ്ണഖനികൾ കാണാനൊക്കുമോ എന്നുപോലെ എനിക്ക് അറിവില്ല. അല്പമാത്രമായ നിമിഷങ്ങളിൽ ഓരോന്നിലും ഓരോ നുണവീതം അവൾ തട്ടിവിടുകയായിരുന്നു. ഇതവൾ ശ്രദ്ധിച്ചത് തുടർന്നുണ്ടായ നിതാന്ത നിശബ്ദതയ്ക്കിടയിലായിരുന്നു. മിക്ക പെൺകുട്ടികൾക്കും തങ്ങളുടെ സ്വത്തിനെക്കുറിച്ച് അസൂയ തോന്നിക്കത്തക്ക ഒരു മനുഷ്യനാണ് അയാൾ. അയാളുടെ ഓരോ നോട്ടത്തിനും അവൾ മുഴുവൻ മാർക്കും നൽകും. സാധാരണഗതിയിൽ ആ മുഖം അവളെ ആകർഷിക്കാറുണ്ട്. വളവില്ലാത്ത നാസിക, ഉറച്ച താടി, വലുതും ഉള്ളിലേക്ക് ആണ്ടിറങ്ങിയതുമായ നയനങ്ങൾ, നല്ലൊരു ആകാരവും. അത്ലറ്റിന്റെ പോലെയുള്ള മനുഷ്യൻ. അയാളൊന്ന് സംസാരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ബേസിലിന്റെ ആത്മവിശ്വാസമോ ലോകപരിചയമോ ഡൊണാൾഡ് വെൽസിൻ്റെതുപോലുള്ള മനുഷ്യത്വമോ ഉണ്ടായെങ്കിൽ അതാ അവിടെ അയാളിരുന്നു. സ്റ്റുഡിയോവിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസ്വസ്ഥനായ സന്ദർശകൻ. കൈവിരലുകൾ ഞെരടിക്കൊണ്ട് പരസ്പര ബന്ധമില്ലാതെ കാലാവസ്ഥയെക്കുറിച്ചും ചിത്രരചനയെക്കുറിച്ചും സംസാരിക്കാൻ ശ്രമിക്കുന്നു. ജോൺ ലീത്ത് പഠനമുറിയിൽ നിന്നും ബേസിലുമൊത്ത് പുറത്തിറങ്ങി. ബേസിലിന്റെ നടപ്പ് വളരെ ധൃതിയിലായിട്ടും അയാൾക്ക് തന്നെ നോക്കിയ ജെയിനിന്റെ നേർക്ക് കണ്ണു ചിമ്മിക്കാണിക്കാൻ ഒത്തു. ഞാൻ സത്യമായിട്ടും പറയട്ടെ ജെയിൻ, ഈ അവസാനത്തെ വലിച്ചെറിഞ്ഞ വൃദ്ധ കനിയെപ്പറ്റി എന്തു പറയുന്നു? ഇതാ ആർട്ട് ബോൾ വിളിക്കുന്നു. 1 മിനിറ്റ് പോരെ നിനക്ക് വസ്ത്രം മാറി വരാൻ? പീറ്റർ കിഴവനൊന്നും പറയില്ല. അയാൾക്ക് കച്ചവടക്കാരി മാത്രമേ വിചാരമുള്ളൂ. അവൾ പ്രതീക്ഷയോടെ പീറ്ററെ നോക്കി. തങ്ങളുടെ സൗഹൃദ ബന്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി അയാളുടെ പുരികങ്ങൾ കൂട്ടിമുട്ടിയിരിക്കുന്നു. അവൾക്ക് അതോടെ തീരുമാനമായി. ഞാൻ പോകാം ഡാഡി, അവൾ പറഞ്ഞു. മിസ്റ്റർ ലീത്ത് തോളുകൾ ഇളക്കി. പച്ച വസ്ത്രത്തിൽ ഒരു അഭൗമ സൗന്ദര്യധാമമായി അവൾ ഇറങ്ങി വന്നപ്പോഴേക്കും പീറ്റർ പോയി കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടോ ആ സായാഹ്നം അവൾക്ക് ഇഷ്ടമായില്ല. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. നാളെ കാണാം.